സർ ടൈറ്റസ് പുനലൂരിലെ ഏറ്റവും സജീവമായ പൊതുപ്രവർത്തകനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹം SFI പ്രവർത്തകനായിരുന്നു. കോളേജിലെ നേതാവായിരുന്നു. IT-യിലെ ഭാരവാഹിയായിരുന്നു. ദീർഘകാലം പുനലൂരിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പറുമായിട്ടെല്ലാം സജീവമായി പ്രവർത്തിച്ചതാണ്. കർഷക സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആശുപത്രിയിലാവുന്നതിൻ്റെ അന്ന് വരെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ വിയോഗം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് EMS-നെ അടക്കിയ ഈ ശാന്തി കവാടത്തിൽ തന്നെ എന്നെ ദഹിപ്പിക്കണം എന്നുള്ള അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ അത്രയും ഒരു വികാരപരമായിട്ട് പിന്നെ ഇടതുപക്ഷത്തെയും പാർട്ടിയെയും CPM-നെയും സാധാരണക്കാരെല്ലാം കൊണ്ടു നടന്ന സഖാവാണ്. അതിൻ്റെ വേർപാട് അങ്ങേയറ്റം വേദനാജനകമാണ്. സഖാവ് ടൈറ്റസ് കർഷക സംഘത്തിൻ്റെ പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ ഭാരവാഹിയും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും പ്രിയപ്പെട്ട നേതാവായിരുന്നു. മറ്റു കാര്യങ്ങളാണ് സഖാവ് KN ബാലഗോപാൽ ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം കുഞ്ഞുനാളിലേ ഇതിലേക്ക് കടന്നു വന്നയാളാണ്. SFI-യിൽ കൂടി കടന്നു വന്ന് എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച, എല്ലാ രംഗങ്ങളിലും, പൊതുരംഗത്ത്, പാർട്ടിയിൽ മാത്രമല്ല പൊതുരംഗത്ത്, സഹകരണ മേഖലയിൽ എല്ലാ രംഗത്തും നിറഞ്ഞു ഏറ്റവും ഉജ്ജ്വലനായ ഒരു നേതാവ് സഖാവായിരുന്നു ടൈറ്റസ്. സഖാവിൻ്റെ അകാലത്തിലുള്ള വേർപാട് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അതിലുള്ള അഗാധമായ ദുഃഖം കിസാൻ സഭയ്ക്കും കേരള കർഷക സംഘത്തിനും വേണ്ടി രേഖപ്പെടുത്തുക.